ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമ്മൾ മാങ്ങയും നെല്ലിക്കയും ഒക്കെ ആണല്ലോ ഉപ്പിലിടാറുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് അല്പം വ്യത്യസ്തമായി നല്ല ക്രിസ്പിയായ ആപ്പിൾ ഉപ്പിലിട്ടാലോ. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നാവിൽ വെള്ളം ഊറുന്ന രുചിയുള്ള ഈ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്പിൾ ഉപ്പിലിട്ടത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഞാനിവിടെ ഒരു ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായി കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്കതിലെ കുരുവും തണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വളരെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഉപ്പും മുളകും മസാലയും എല്ലാം ആപ്പിളിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് നന്നായി പിടിച്ചു കിട്ടും. അതാകുമ്പോൾ ഓരോ കഷ്ണം കഴിക്കുമ്പോഴും നല്ല രുചിയായിരിക്കും കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കുന്നതിനേക്കാൾ ഇങ്ങനെ നേർത്ത സ്ലൈസുകളായിട്ട് ഉപ്പിലിട്ടാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് തീർച്ചയായും പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ആപ്പിൾ എല്ലാതും മാറ്റിയാണ്. അതുപോലെ നമ്മൾ ആപ്പിൾ കട്ട് ചെയ്താൽ നമ്മുടെ കളറൊക്കെ മാറ്റം വരുമല്ലോ, അല്ല ബ്ലാക്ക് കളറാകും. അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ നിറം മാറാതെ ഇരിക്കാൻ ഒരു പാത്രത്തിൽ അല്പം നമുക്ക് കുറച്ച് ഐസ് വാട്ടർ വെക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ആപ്പിൾ നല്ല ഫ്രഷായി തന്നെ ഇരിക്കും, ഒട്ടും കറുത്തു പോകില്ല. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 60 ml കപ്പിനാണ് കേട്ടോ വിനാഗിരി ഒഴിച്ചെടുക്കുന്നത്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. പഞ്ചസാര ചേർക്കുന്നത് ഇതിലെ പുളിയും എരിവും നന്നായി ബാലൻസ് ചെയ്യാനും ഒരു പ്രത്യേക രുചി നൽകാനുമാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു ബോട്ടിൽ എടുക്കാം. അതുപോലെ നമ്മുടെ ആപ്പിളൊക്കെ നമുക്ക് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഈ ബോട്ടിലോട്ട് ഇങ്ങനെ ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല രുചിയും എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5-6 അല്ലി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി നമുക്ക് ജസ്റ്റ് 2 എണ്ണം കട്ടാക്കി എടുക്കാം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വിനാഗിരി നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്തി കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടി നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുലുക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത ആ പഞ്ചസാരയും ഉപ്പും വിനാഗിരിയും എല്ലാം ആപ്പിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തും. ഇങ്ങനെ കുലുക്കി വെച്ചാൽ ആപ്പിൾ സൈസുകൾ ഉടഞ്ഞു പോകാതെ തന്നെ ഉപ്പും മധുരവും പുളിയും ഒക്കെ നന്നായി പിടിച്ചു കിട്ടും. ഇനി അതുപോലെ ഇത് നമുക്ക് 1 ദിവസം 2 ദിവസം ഒന്നും നമുക്കിതാ സ്റ്റോർ ചെയ്ത് വെക്കണ്ട കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതാ അടിപൊളിയായിട്ട് ഇത് നമ്മൾ ആപ്പിൾ ഉപ്പിലിട്ടത് കഴിക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും, നമ്മൾ ഉപ്പുമുളകൊക്കെ പിടിച്ചിരിക്കും. വെളുത്തുള്ളിയുടെ ആ ഒരു പ്രത്യേക മണം ആപ്പിൾ ഉപ്പിലിട്ടതിന് നല്ലൊരു ഫ്ലേവർ നൽകും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ആപ്പിൾ ഉപ്പിലിട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.